എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 92 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് തീർത്തത് അല്ലേ? ഓക്കെ, ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ചോദ്യം നല്ലവണ്ണം വായിക്കുക, അതിനുശേഷം മാത്രം ചെയ്യാൻ ആരംഭിക്കാം. എന്താണ് ചോദ്യം? വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 centimeter ഷോർട്ടർ ദാൻ ടുവേഴ്സ് ദി സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ആൻഡ് ദി ഹൈപ്പോട്ടനസ് ഈസ് 1 centimeter ലോങ്ങർ ദാൻ ടുവേഴ്സ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ അല്ലെ. അപ്പൊ ഇവിടെ ഒരു മട്ട ത്രികോണത്തിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കാം. പിന്നെ നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊണ്ട് പോകും. അല്ലാതെ മൊത്തം അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും. അതിനൊന്നും നിൽക്കണ്ട. അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ ഒരു ഫിഗർ നമ്മൾ റഫ് ഫിഗർ വരയ്ക്കാം. എന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് അതിൽ കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കൃത്യമായിട്ട് കിട്ടും. അതല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ തലവേദന കൊടുക്കും. നമ്മൾ അങ്ങനെ തന്നെ അങ്ങോട്ട് വിട്ടുകളയും, ചോദ്യം വിട്ടുകളയും. അതിന് നിൽക്കണ്ട. എന്ത് ചെയ്യുക? ചോദ്യം വായിച്ചിട്ട് ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ഞാൻ നോക്കിയേ, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു അല്ലെ. ഇനി എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ്, ഇതിന്റെ ഒരു സൈഡ് അല്ലെ, ഹൈപ്പോട്ടനസിന്റെ കാര്യം പറ്റില്ല, ഒരു സൈഡ്. അപ്പൊ ഇതിലേതെങ്കിലും ഒരു സൈഡ് ഈസ് 1 centimeter ഷോർട്ടർ അല്ലെ, അതായത് 1 centimeter കുറവാണ്. എന്തിനേക്കാളും? ടുവേഴ്സ് ദി സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്, അതായത് പെർപെൻഡിക്കുലറായ സൈഡ് അല്ലെ. അപ്പൊ ഇതാണ് പെർപെൻഡിക്കുലർ സൈഡുകൾ, ഇത് രണ്ടും അല്ലെ. അപ്പൊ അതിൽ ഒരു സൈഡിന്റെ രണ്ടിരട്ടി അല്ലെ, രണ്ടിരട്ടിയിൽ നിന്ന് 1 centimeter കുറവ്. മനസ്സിലായ? ചെറിയ വശത്തിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഇനി നോക്കിട്ടാ, ചെറിയ വശത്തിന് നമ്മൾ ഇപ്പൊ എക്സ് എന്ന് കൊടുത്തു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇനി മറ്റേ വശത്തിന്റെ, അതായത് പെർപെൻഡിക്കുലറായ അടുത്ത വശത്തിന്റെ നീളം എത്രയാണ്? ഇതിന്റെ 2 മടങ്ങിൽ നിന്ന് 1 centimeter കുറച്ചത്. ശ്രദ്ധിക്കുക, 2 മടങ്ങ്, ഇതിന്റെ 2 മടങ്ങ് എന്ന് വെച്ചാൽ 2x, അതിൽ നിന്ന് 1 കുറച്ചത്. അപ്പൊ ഇതിന്റെ നീളം എത്രയായിരിക്കും? ഇതിന്റെ നീളം എക്സ് ആണെങ്കിൽ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2x, അതിൽ നിന്ന് 1 കുറയ്ക്കണം -1. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതേപോലെ നമ്മൾ ഇക്വേഷൻ എഴുതണം. അപ്പൊ ഇത് മനസ്സിലായില്ലേ? അതായത് ഒരു സൈഡ് ഇപ്പൊ എക്സ് ആണെങ്കിൽ അടുത്ത സൈഡ് എന്ത് വരും? അടുത്ത സൈഡ് ഇതിന് പെർപെൻഡിക്കുലറായ സൈഡ്. കണ്ട, ഇവിടെ ഹൈപ്പോട്ടനസ് കർണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, കർണം അവിടെ നിൽക്കട്ടെ. പെർപെൻഡിക്കുലർ സൈഡ് ഇതിന്റെ 2 ഇരട്ടിയിൽ നിന്ന് 1 കുറച്ചത്. അപ്പൊ നമുക്കിവിടെ ഇരട്ടി 2x, അതിൽ നിന്ന് 1 കുറച്ചു. അപ്പൊ 2x - 1. അപ്പൊ അത് നമുക്ക് കിട്ടി. ഹൈപ്പോട്ടനസിന്റെ കാര്യം പറയണ്ടല്ലോ. ഹൈപ്പോട്ടനസ് ഈസ് 1 centimeter ലോങ്ങർ, 1 centimeter ലോങ്ങർ ആണ് ദാൻ ടുവൈസ് ദി ലെങ്ത് ഓഫ് ദിസ് സൈഡ്. അതായത് നാം ഇപ്പൊ പറഞ്ഞ ഈ സൈഡിന്റെ 2 മടങ്ങിനോട്, അതായത് 2x അല്ലെ, 2 മടങ്ങിന് 2x, അതിന്റെ കൂടെ 1 കൂട്ടിയതാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ 2x നിന്ന് 1 കുറച്ച്, 2 മടങ്ങിൽ നിന്ന് 1 കുറച്ചതാണിത്. ഇവിടെ കർണാണെങ്കിലോ 2 മടങ്ങിൽ നിന്ന് 1 കൂട്ടിയത്. അപ്പൊ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x, അതിൽ കൂടി 1 കൂട്ടാ +1. അപ്പൊ നമുക്ക് ആദ്യം ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗം കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ്, ഇതിന്റെ സൈഡുകളുടെ നീളം എത്രയായിരിക്കും, ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇത് എക്സ് ആണെന്ന് വിചാരിച്ചു, ഇത് 2x - 1, 2 ഇരട്ടിയിൽ നിന്ന് 1 കുറച്ചു, ഇത് 2 ഇരട്ടിയിൽ നിന്ന് 1 കൂട്ടി, 2 ഇരട്ടിയോട് കൂടി 1 കൂട്ടി അല്ലെ. ഇത്രയായല്ലോ. ഇനി ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സൈഡുകൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണാണ്. ആ മട്ടത്രികോണം നമുക്ക് കേട്ടാൽ നമുക്കറിയാം എന്താണ് അവിടെ നീളം, ബേസ് അറിയാം, ആൾട്ടിറ്റ്യൂഡ് അറിയാം, ഹൈപ്പോട്ടനസ് അറിയാം, 3 സൈഡും അറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യണം? പൈത്തഗോറസ് തിയറം അല്ലെ. പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ കർണത്തിന്റെ സ്ക്വയർ, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ പ്ലസ് ലംബം അല്ലെ, അതായത് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. അത് നമുക്കറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആദ്യം എഴുതാം ബേസിന്റെ സ്ക്വയർ അല്ലെ. ബേസിന്റെ സ്ക്വയർ എത്രയാണ്? എക്സ്. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ 2x -1 അല്ലെ. ഇതാണ് ആൾട്ടിറ്റ്യൂഡ്, അതിന്റെ സ്ക്വയർ. അപ്പൊ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യണം അല്ലെ. ഒന്നിൽ കൂടുതൽ പദം ഉണ്ട് അല്ലെ. 2x - 1. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് ചെയ്തു. സീക്വൽ ടു എന്ത് വരും? കർണത്തിന്റെ സ്ക്വയർ, അതായത് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ 2x + 1 ഹോൾ സ്ക്വയർ. കണ്ട, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യണം. കാരണം ഒന്നിൽ കൂടുതൽ പദങ്ങൾ ഉണ്ടെങ്കിൽ അത് ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യാം. ഇത് കിട്ടിയത് അറിയാലോ. ഇത് ബേസ് അല്ലെ. അപ്പൊ അങ്ങനെ എഴുതിക്കോ, മുകളിൽ എഴുതിക്കോ, ബേസിന്റെ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ അല്ലെ. എന്ന് എഴുതാനുള്ള ഞാൻ ALT എന്നുണ്ട്. ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ. അപ്പൊ ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്, അതായത് ലംബം, ഇത് കർണം.
ഇനി നമുക്ക് നോക്കിയാൽ അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ഉള്ളതൊക്കെ ഒന്നും കൂടി പൊട്ടിക്കാം. ആദ്യം ഇവിടെ എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ നമുക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് എക്സ് സ്ക്വയർ തന്നെ എഴുതി. പ്ലസ് ഇവിടെയൊക്കെ 2x മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലേ, നമുക്കറിയാം a മൈനസ് ബി ഹോൾ സ്ക്വയർ, a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ, അങ്ങനെ ആയിക്കോട്ടെ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലേ. അപ്പൊ അതേ രീതിയിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും, 2x മൈനസ് 1 ഹോൾ സ്ക്വയർ, ആദ്യം ഇതിന്റെ സ്ക്വയർ അല്ലേ, അപ്പൊ നമുക്കിവിടെ 2x സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടോ, 2x സ്ക്വയർ മൈനസ് 2ab അല്ലെങ്കിൽ 2xy, അപ്പൊ 2 ഇൻറ്റു ഇവിടെ 2x ഇൻറ്റു 1 അല്ലേ, ഓക്കെ, പ്ലസ് ബിയുടെ സ്ക്വയർ അല്ലെങ്കിൽ വൈയുടെ സ്ക്വയർ, അപ്പൊ എന്ത് വരും ഇവിടെ 1ന്റെ സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ ഇതേ രൂപത്തിൽ എഴുതി, 2x ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2x ഇൻറ്റു 1 പ്ലസ് 1ന്റെ സ്ക്വയർ. അപ്പൊ ഇത് കഴിഞ്ഞല്ലോ, ഓക്കെ, സീക്വൽ ടു, ഇനി ഇവിടെ നോക്കിയാൽ 2x പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ, ഇവിടെ നമുക്ക് ഇതേപോലെ ചെയ്യണം. അപ്പൊ എന്ത് വരും, 2x ഹോൾ സ്ക്വയർ ആദ്യത്തേതിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ പദം ഏതാണ് 2x ഇൻറ്റു രണ്ടാമത്തെ പദം 1, ആ ബ്രാക്കറ്റ് ഇടുക, പ്ലസ് പിന്നെ ഇതിന്റെ സ്ക്വയർ 1 സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കിയേ 2x മൈനസ് 1 വന്നപ്പോൾ ഇവിടെ മൈനസ് 1 ചിഹ്നം വന്നു അല്ലേ, 2x പ്ലസ് 1 വന്നപ്പോൾ ഇവിടെ പ്ലസ് ചിഹ്നം വന്നില്ലേ. അപ്പൊ ചിഹ്നം എപ്പോഴും ശ്രദ്ധിക്കാം. ഇനി എന്ത് വേണം നമുക്ക്, എക്സ് സ്ക്വയർ അല്ലെ, എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ നോട്ടെ, എക്സ് സ്ക്വയർ പ്ലസ് 2x ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വേണം, 2ന്റെ സ്ക്വയറും കാണണം എക്സിന്റെ സ്ക്വയറും കാണാം അല്ലെ. അപ്പൊ 2ന്റെ സ്ക്വയർ എത്രയാണ് 4, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഈ ഭാഗം കഴിഞ്ഞു. ഇനി മൈനസ് 2 ഇൻറ്റു 2x ഇൻറ്റു 1, 2 ഇൻറ്റു 2x എത്രയാണ് 4x അല്ലെ, 4x ഇൻറ്റു 1 4x തന്നെ, അപ്പൊ മൈനസ് 4x പ്ലസ് 1ന്റെ സ്ക്വയർ 1 സീക്വൽ ടു. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കിയേ 2xന്റെ ഹോൾ സ്ക്വയർ, 2ന്റെ സ്ക്വയർ എത്രയാണ് 4, എക്സിന്റെ സ്ക്വയറോ എക്സ് സ്ക്വയർ. അപ്പൊ ഇത് കഴിഞ്ഞല്ലോ, ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 2x ഇൻറ്റു 1, 2 ഇൻറ്റു 2x 4x അല്ലെ, 4x ഇൻറ്റു 1 4x തന്നെ, അപ്പൊ 4x പ്ലസ് 1ന്റെ സ്ക്വയർ 1. ഇനി നമുക്ക് നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ അല്ലെ, 4x സ്ക്വയർ ഉണ്ട് പിന്നെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പൊ എത്രയും മൊത്തം ഇവിടെ 5x സ്ക്വയർ ആയി അല്ലെ. ഇനി ഇവിടെ 4x എക്സ് ഇത് മാത്രമല്ലോ, അപ്പൊ അത് 4x തന്നെ എഴുതിയാൽ മതി, പ്ലസ് 1 അല്ലെ, പ്ലസ് 1 സീക്വൽ ടു, ഇവിടെ എന്താണ്, ഇവിടെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് തൽക്കാലം അങ്ങനെ തന്നെ എഴുതാം. നമുക്ക് 4x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1 അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ക്ലിയർ ആക്കാം. ഇനി എന്ത് വേണം, നമുക്ക് എക്സ് ഉള്ളതിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരാം, എക്സ് ഇല്ലാത്ത സംഖ്യകൾ മാത്രം നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിക്കിനി. ഇപ്പോൾ എക്സ് ഉള്ളതൊക്കെ നോക്കിയാൽ ഇപ്പൊ 5x സ്ക്വയർ ഇവിടെ ഉണ്ട്, 5x സ്ക്വയർ അങ്ങനെ കിടന്നോട്ടെ, മൈനസ് 4x അത് അതേപോലെ കിടന്നോട്ടെ. ഇനി എന്ത് ചെയ്യാം, ഇവിടെ 1 അല്ലേ, 1 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇനി ബാക്കി ഇവിടെ എക്സ് ഉള്ളതൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ, ഇവിടെ 4x സ്ക്വയർ ഇല്ലേ, അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും, മൈനസ് 4x സ്ക്വയർ, ചിഹ്നം മാറുന്ന ശ്രദ്ധിക്കുക ഇല്ലേ. ഇനി ഇപ്പുറത്ത് എന്താണ്, ഒരു പ്ലസ് 4x ഉണ്ട്, അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 4x. അപ്പൊ ഇതൊക്കെ ഇത് രണ്ടും ഇങ്ങോട്ട് പോകുന്നില്ലേ, സീക്വൽ ടു, ഇവിടെ ആരോ ഉള്ളത് 1 ഉണ്ട്, ഈ 1നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പൊ എന്ത് വരും മൈനസ് 1. അപ്പൊ ഇനി എന്ത് വരും നോക്കിയാൽ 5x സ്ക്വയർ, എക്സ് സ്ക്വയർ ഉള്ളത് മാത്രം എടുക്കുക, എക്സ് സ്ക്വയർ ഇവിടെ 5x സ്ക്വയർ ഉണ്ട് 4x സ്ക്വയർ ഉണ്ട് അല്ലെ, അപ്പൊ 5x സ്ക്വയറും മൈനസ് 4x സ്ക്വയർ, ബാക്കി എന്ത് വരും 1x സ്ക്വയർ അല്ലെ, അപ്പൊ 1x സ്ക്വയർ, അപ്പൊ നമുക്ക് x സ്ക്വയർ മാത്രം എഴുതിയാൽ മതി, 1x സ്ക്വയർ ഉണ്ട്. ഇനിയാ മൈനസ് 4x മൈനസ് 4x അല്ലെ, രണ്ടും നെഗറ്റീവ് ആണ്, 1 പോസിറ്റീവും 1 നെഗറ്റീവ് ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് പോകും, ക്യാൻസൽ ചെയ്ത് പോകും. ഇത് പെട്ടെന്ന് അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയരുത്, 2 4x ആണെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയരുത്, ഇതും നെഗറ്റീവ് ഇതും നെഗറ്റീവ്, അപ്പൊ എന്ത് വരും, നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെയാണ് വരാം അല്ലെ. അതായത് മൈനസ് 4xും മൈനസ് 4xും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് 8x. തെറ്റിക്കരുത്, പലരും തെറ്റിക്കും, പലരും ഉടനടി നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയും, ഒരു മൈനസ് കാണുമ്പോൾ രണ്ടിനും മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് 8x. ഇനി ഇവിടുത്തെ എല്ലാം കഴിഞ്ഞില്ല ഇപ്പോ, ഓക്കെ, സീക്വൽ ടു 1 1 കുറച്ച് കഴിഞ്ഞാൽ 0. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി, എക്സ് സ്ക്വയർ മൈനസ് 8x ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ ഏത് ആഡ് ചെയ്ത് കൊടുക്കും, എക്സ് സ്ക്വയർ മൈനസ് 8x, ഇവിടെ നമുക്ക് അടുത്ത ആള് വേണം അല്ലെ, അത് ഏതായിരിക്കണം, ഇതിന്റെ 8ന്റെ പകുതിയുടെ സ്ക്വയർ, 8ന്റെ പകുതി 4, 4ന്റെ സ്ക്വയർ 16, അപ്പൊ നമ്മൾ 16 ആണ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 8x ആഡ് ചെയ്യേണ്ടത് പ്ലസ് 16,
ഇതിന്റെ പകുതിയുടെ സ്ക്വയർ. അപ്പൊ 16 ആഡ് ചെയ്തു സീക്വൽ ടു. അപ്പൊ എന്ത് വരും? ഈ 0 തന്നെ അല്ലേ? അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും? 16 ആഡ് ചെയ്യണ്ടേ? അപ്പൊ പ്ലസ് 16. അപ്പൊ നമ്മൾ 16 ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ 16 നമ്മൾ ആഡ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ 16 ഇട്ട് കൊടുത്തത് അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 16 ഈക്വൽ ടു 16. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ സ്ക്വയർ ഇതും സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ റൂട്ട് ഇതിന്റെ റൂട്ട് എത്രയാണ്? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ് അല്ലെ? ചിഹ്നം ശ്രദ്ധിക്കുക, ഈ ചിഹ്നം ഇവിടെ ഇടേണ്ടത് മൈനസ്. ഇനി 16ന്റെ റൂട്ട് എത്രയാണ്? 4 × 4 16 അല്ലെ? 4. അപ്പൊ നമുക്ക് ഇതിനെ നമ്മൾ മാറ്റി എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. അപ്പൊ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ 16 ആണെങ്കിൽ എക്സ് മൈനസ് 4 എന്ത് വരും? നമുക്ക് 16ന്റെ റൂട്ട് ഉണ്ടാൽ മതി അല്ലെ? റൂട്ട് 16 ഈക്വൽ ടു 4. അപ്പൊ എക്സ് മൈനസ് 4 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് വരും? 4 അവിടെ ഉണ്ട്, ഈ മൈനസ് 4 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 4 ഈക്വൽ ടു 8. അപ്പൊ നമുക്കിവിടെ എക്സ് അല്ലെ, അതായത് ബേസ് കിട്ടി എത്ര? 8 സെന്റിമീറ്റർ. ബേസ് കിട്ടി 8 സെന്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് അല്ലെ, അതായത് പെർപെൻഡിക്കുലർ സൈഡ്. പെർപെൻഡിക്കുലർ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കുക? 2x മൈനസ് 1 അല്ലെ? അപ്പൊ നമുക്കൊന്നുകിൽ ആൾട്ടിറ്റ്യൂഡ് എഴുതാം, ലംബം അല്ലെ, അതല്ലെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് എഴുതാം, ലംബവശം എന്ന് എഴുതാം. സീക്വൽ ടു എന്ത് വരും? 2x മൈനസ് 1 സീക്വൽ ടു 2 ഇൻറ്റു എക്സ് എത്രയാണ് കിട്ടിയത്? 8 മൈനസ് 1 2 ഇൻറ്റു 8 16 മൈനസ് 1 സീക്വൽ ടു 15. അപ്പോൾ 15 സെന്റിമീറ്റർ ആണ് ഈ ആൾട്ടിറ്റ്യൂഡ്, ലംബം. ഇനി എന്താണ്? ഹൈപ്പോട്ടിനസ് അല്ലെ? ഹൈപ്പോട്ടിനസ് എന്ത് വരും? 2x പ്ലസ് 1 സീക്വൽ ടു 2 ഇൻറ്റു എക്സ് 8 പ്ലസ് 1. എത്ര കിട്ടും? 2 ഇൻറ്റു 8 16 പ്ലസ് 1 സീക്വൽ ടു 17 സെന്റിമീറ്റർ. അപ്പൊ കർണം കിട്ടി 17 സെന്റിമീറ്റർ. അപ്പൊ അത് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അല്ലെ? ഇവിടെ ഒരു 2.6 മീറ്റർ നീളമുള്ള ഒരു പോൾ, അതായത് ഒരു കമ്പ് ഒരു ചുമരിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു അല്ലെ? അപ്പൊ ഇതിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2.6 മീറ്റർ. അപ്പൊ 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ഇങ്ങനെ ഒരു ചുമരിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ഇതെന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി ഫുട്ട് ഓഫ് ദി പോൾ ഈസ് 1 മീറ്റർ അവേ ഫ്രം ദി വാൾ. അതായത് ഈ കമ്പിന്റെ, ഈ വെച്ചിട്ടുള്ള ഈ പോളിന്റെ ചുവട് ഭാഗം ഈ ചുമരിൽ നിന്ന്, ഇതാണ് ചുമരി അല്ലെ, ചുമരിൽ നിന്ന് എത്ര അകലത്തിലാണ്? 1 മീറ്റർ അകലത്തിലാണ് അല്ലെ? 1 മീറ്റർ ഈ ഡിസ്റ്റൻസ്. ഓക്കെ. ഇനി when the foot of the pole was pushed a little away, the top and slide down by the same length. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഈ കമ്പിന്റെ, ഈ പോളിന്റെ ചുവട് ഭാഗം കുറച്ചും കൂടി ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇങ്ങോട്ട് വലിച്ചപ്പോൾ, ഇങ്ങോട്ട് നീക്കിയപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങും അല്ലെ? ഈ അടിഭാഗം ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, കോണി ചാരി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗം ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ മുകൾ ഭാഗം കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങും അല്ലെ? അപ്പൊ അത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇതേ അകലം തന്നെ, അതായത് സെയിം ലെങ്ത്. ഇവിടെ നിന്ന് എത്രയാണ് നമ്മൾ ഇങ്ങോട്ട് നീക്കിയത്, അതേ ലെങ്ത് തന്നെ ഇവിടെ നിന്ന് താഴോട്ട് നീങ്ങി അല്ലെ? താഴോട്ട് ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ എത്ര നീളത്തിൽ, അതായത് എത്ര ദൂരത്തിലാണ് ഇത് ഇവിടെ നിങ്ങൾ നീക്കിയത് എന്നാണ് ചോദ്യം. അതായത് ഇവിടെ നിന്ന് നമ്മൾ വലിച്ചു വെച്ചല്ലോ, ആ ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കിയല്ലേ? ഇപ്പൊ നമുക്കൊരു ഫിഗർ ഉണ്ട്. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് ഇതിന്റെ, ഈ കമ്പിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 2.6 മീറ്റർ അല്ലെ? ഇനി ഈ നീളം, ഇത് നമുക്കറിയാം 1 മീറ്റർ. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി അല്ലെ? അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, അതൊന്ന് വരച്ചു നോക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ഈ അടിഭാഗം കുറച്ചിങ്ങോട്ട് പുറത്തേക്ക് വലിച്ചപ്പോൾ ഈ ഭാഗം ഇങ്ങോട്ട് താന്നു അല്ലെ? ഇതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നാം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇതിന്റെ നീളം അല്ലെ? ഇതിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 2.6 മീറ്റർ. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, ഈ നീളം, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അതായത് ആദ്യം ഈ പോള് ചാരി വെച്ചിരിക്കുന്ന ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇങ്ങോട്ട് നോക്കിയേ, ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിനാണ്, ഈ ലെങ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ നീങ്ങിയ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം?
ഈ നീളവും അതായത് ഈ പോളിന്റെ ഈ നീളം നമുക്കറിയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം അറിയാം അല്ലെ. അതായത് നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം നമ്മൾ കണ്ടുപിടിക്കുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു? നമുക്കറിയാം ഇത് ചമരാകുമ്പോൾ എന്താണ്, ഇത് ചമരാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മട്ടത്രികോണായിരിക്കും അല്ലെ, ഒരു റൈറ്റ് ട്രയാങ്കിൾ. അതായത് ഇതെന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈത്തഗോറസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് കർണം ഹൈപ്പോട്ടിനസ്, ഇത് ബേസ്, ഇത് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് അതായത് ലംബം. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ നീളം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം, അതിനുശേഷം നമുക്ക് അടുത്തേക്ക് കടക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഈ നീളം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിനൊരു പേരുകൾ കൊടുക്കാം. അപ്പൊ നമുക്ക് പറയാനൊക്കെ എളുപ്പമായിരിക്കും. ഈ പോയിന്റ് നമുക്ക് എ എന്ന് കൊടുത്തു, ഇത് ബി, ഇത് സി അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ഈ നമ്മളെ വടി ചാരി വെച്ചിരിക്കുന്ന ആ ട്രയാങ്കിൾ, അതൊരു ട്രയാങ്കിൾ അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കാൻ പോകണം, കണ്ടുപിടിക്കാൻ പോകണം. ക്ലിയർ ആയല്ലോ? അതായത് എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു, അതായത് ഇവിടെ എന്താണ് ലംബം അല്ലെ, ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കിട്ടണം. എന്ത് വേണം? ഇതാണ് കർണം, അതായത് ഹൈപ്പോട്ടീനസിന്റെ സ്ക്വയറിൽ നിന്ന് ബേസിന്റെ സ്ക്വയർ കുറയ്ക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ സി സ്ക്വയർ, അതാണ് ആൾട്ടിറ്റ്യൂഡ് അല്ലെ. എ സി സ്ക്വയറിൽ നിന്ന് ഏത് കുറയ്ക്കണം? ബി സി സ്ക്വയർ കുറയ്ക്കണം, ബേസിന്റെ സ്ക്വയർ കുറയ്ക്കണം. ഈക്വൽ ടു എന്ത് വരും? എ സി എന്ന് പറയുന്നത് എത്രയാണ്? 2.6 അല്ലെ. ഇതിന്റെ നീളം 2.6. അപ്പൊ 2.6ന്റെ സ്ക്വയറിൽ നിന്ന് ഏത് കുറയ്ക്കണം? ബി സി 1 സ്ക്വയർ കുറച്ചു. ഈക്വൽ ടു നമുക്കറിയാം 2.6ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം പോയിന്റ് മാറ്റാം. എന്നിട്ട് തൽക്കാലം 26ന്റെ സ്ക്വയർ എത്രയാണ്? 26 × 26 676 അല്ലെ. 676 ആണ് 26ന്റെ സ്ക്വയർ. ഇവിടെ 2.6 ആണ് അല്ലെ. ഒരു സ്ഥാനം നീക്കി പോയിന്റ് ആണെങ്കിൽ നമ്മൾ സ്ക്വയർ കാണുമ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6.76 എന്ന് കിട്ടി. മൈനസ് 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ നമുക്ക് 6.76 നിന്ന് 1 കുറച്ച് എത്ര കിട്ടും? 5.76 അല്ലെ. എ ബി സ്ക്വയർ, അങ്ങനെയാണെങ്കിൽ എ ബി എത്ര വരും? എ ബി ഈക്വൽ ടു റൂട്ട് 5.76ന്റെ റൂട്ട്. അപ്പൊ 576ന്റെ റൂട്ട് നമുക്കറിയാം എത്രയാണ്? 576ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന്. ആ രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. ഓക്കെ, 24 കിട്ടി. ഇവിടെ എത്രയാണ്? 5.76 അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 2 ആണെങ്കിൽ റൂട്ട് എത്രയായിരിക്കും? ഇതിന്റെ പകുതി. മനസ്സിലായില്ലേ? സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വേണം? ഒരു സ്ഥാനം നീക്കിയെടുക്കുകയാണെങ്കിൽ 2 സ്ഥാനം നീക്കിയുള്ളൂ. നേരെ തിരിച്ച് നമ്മൾ റൂട്ട് കാണുകയാണെങ്കിലോ, റൂട്ട് കാണുമ്പോൾ 2 സ്ഥാനമാണെങ്കിൽ അതിന്റെ പകുതി അല്ലെ, 2.4. അപ്പൊ നമ്മൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് എ ബി എത്ര കിട്ടി? 2.4 കിട്ടി. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് 2.4 എന്ന് കിട്ടി. ഇനി ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് ഒന്ന് കടന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം 1 മീറ്റർ ആണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. എക്സ് സെന്റിമീറ്റർ. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഇതേ അളവ് തന്നെയായിരിക്കും ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും അല്ലെ. ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ അളവ് തന്നെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഈ നീളം എത്രയായിരിക്കും? ഇതും എക്സ് തന്നെ അല്ലെ. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള നീളം എക്സ് തന്നെ. ഇനി നമുക്ക് എക്സ് ഈ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ നീളം കൂടി ഉൾപ്പെടുന്ന ഭാഗം അല്ലെ. അതായത് ഇങ്ങനെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ഇങ്ങനെ മൊത്തം എടുത്തു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1ഉം ഇവിടെ എക്സും അല്ലെ. അപ്പൊ 1 + x ഈ മൊത്തം നീളം അല്ലെ. പിന്നെ നമ്മുടെ ഈ പോള്, ഈ വടി ഇങ്ങനെ ചാരി വെച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ നീളം എത്രയായിരിക്കും? നമുക്കറിയാം കോണി ഈ വടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി വെച്ചാൽ വടിയുടെ നീളത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 2.6 അല്ലെ, 2.6 തന്നെയായിരിക്കും ഇതിന്റെ നീളം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 2.6 സെയിം നീളം അല്ലെ. ഓക്കെ, ഈ നീളം 1ഉം എക്സും. ഇനി ഈ നീളം എത്ര വരും? ഇവിടത്തെ ഈ നീളം, ഇവിടെ മൊത്തം നീളം ഇവിടം മുതൽ ഇവിടം വരെ 2.4, ഇവിടുന്ന് ഇവിടം വരെ എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ നീളം എത്ര വരും? 2.4 നിന്ന് ഈ എക്സ് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ എത്ര കിട്ടും? 2.4 - എക്സ്. ഏ നീളം ഇതു മുതൽ ഇതുവരെയുള്ള നീളം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ വേറൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. കിട്ടിയിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു വശം ബേസ് എത്ര വരും? 1ഉം + എക്സും. ബേസിന്റെ നീളം അത്ര. ആൾട്ടിറ്റ്യൂഡ് 2.6 2.6. ഇതിന്റെ ലംബം എത്ര കിട്ടും? 2.4 - എക്സ് അല്ലെ. അപ്പൊ ആ മട്ടത്രികോണം, ആ റൈറ്റ് ട്രയാങ്കിൾ മാത്രം ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും നോക്കിയാൽ? ഇങ്ങനെ വരും അല്ലെ. അപ്പൊ ആ റൈറ്റ് ട്രയാങ്കിൾ മാത്രം ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ എന്ത് വരും?
ഇവിടെ 1ഉം എക്സും. അപ്പോൾ 1 പ്ലസ് എക്സ്. മനസ്സിലായല്ലോ? ഇവിടെ എത്ര വരും? ഈ നീളം 2.6 ഈ നീളം. ഇനി ഇവിടുത്തെ നീളം എത്ര വരും? 2.4 നിന്ന് എക്സ് കുറയ്ക്കുന്നു അല്ലെ. 2.4 നിന്ന് മൈനസ് എക്സ്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതിന്റെ സ്ക്വയർ കിട്ടും? ഈ ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ കിട്ടും അല്ലെ. അതായത് ബേസ് 1 പ്ലസ് എക്സ് അല്ലെ. ബേസിന്റെ സ്ക്വയർ 1 പ്ലസ് എക്സ്. അപ്പോൾ ഹോൾ സ്ക്വയർ എഴുതാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? 2 ടേമുകൾ ഉണ്ട് അല്ലെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹോൾ സ്ക്വയർ ഇടണം. ഇതാണ് ബേസ് സ്ക്വയർ പ്ലസ് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എത്രയാണ്? 2.4 മൈനസ് എക്സ്. കണ്ട, ഇത് മൊത്തം ആൾട്ടിറ്റ്യൂഡാണ് അല്ലെ. ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടൻസിന്റെ സ്ക്വയർ കിട്ടും. 2.6ന്റെ സ്ക്വയർ കിട്ടും. അപ്പൊ നമുക്കറിയാം 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ അല്ലെ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യാം? ആദ്യം ഇതിന്റെ സ്ക്വയർ കാണും അല്ലെ. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 2xy 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ്. അതായത് 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് പിന്നെ ഇതിന്റെ സ്ക്വയർ അല്ലെ. അതാ ഇപ്പൊ എക്സ് സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ ശരിയാക്കി അല്ലെ, രൂപത്തിലാക്കി. ഇനി എന്ത് വേണം? പ്ലസ് 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ അല്ലെ. അതായത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. അപ്പൊ ആദ്യം എന്ത് വേണം? ഇതിന്റെ സ്ക്വയർ. അപ്പൊ 2.4ന്റെ സ്ക്വയർ മൈനസ് 2xy 2 ഇൻറ്റു 2.4 ഇൻറ്റു എക്സ് അല്ലെ. അപ്പൊ 2 ഇൻറ്റു 2.4 ഇൻറ്റു എക്സ്. അത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടോ, അല്ലെങ്കിൽ തെറ്റണ്ട. അത് കഴിഞ്ഞു പ്ലസ് എന്ത് വരും? എക്സിന്റെ സ്ക്വയർ അല്ലെ. എക്സ് സ്ക്വയർ എന്ത് വരും? 26ന്റെ സ്ക്വയർ എത്രയാണ്? നാം നേരത്തെ കണ്ടുപിടിച്ചല്ലേ, 676. അപ്പൊ 676. അപ്പോൾ 2.6ന്റെ സ്ക്വയർ ആകുമ്പോൾ 2 സ്ഥാനം എനിക്ക് പോയിന്റ് ഇട്ടു. = 6.76. അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നോക്കിയേ. ഇവിടെ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെ അല്ലെ. 1 പ്ലസ് 2x പ്ലസ് എക്സ് സ്ക്വയർ. അവിടെ നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യണ്ടേ. 2x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2.4ന്റെ സ്ക്വയർ അല്ലെ. 2.4 24ന്റെ സ്ക്വയർ എത്രയാണ്? നമുക്ക് നേരത്തെ അറിയാം അല്ലെ. 576 അല്ലെ. അപ്പൊ 576 ആണ്. അപ്പൊ 2.4ന്റെ സ്ക്വയർ ആകുമ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് വരാം അല്ലെ. അപ്പൊ നമുക്ക് 5.76 കിട്ടി. അപ്പൊ അത് കഴിഞ്ഞു മൈനസ് 2 ഇൻറ്റു 2.4 ഇൻറ്റു എക്സ് അല്ലെ. 2 ഇൻറ്റു 2.4 എന്ന് പറഞ്ഞാൽ 4.8 4.8x 4.8x. ഇത് കഴിഞ്ഞു പ്ലസ് എക്സ് സ്ക്വയർ = 6.76. ഇനി നമുക്ക് ഓരോന്നിനും നോക്കാം. ആദ്യം എക്സ് സ്ക്വയർ ഉള്ളത് ഏതൊക്കെ നോക്കിയാൽ ആദ്യം എക്സ് സ്ക്വയർ നിന്ന് തുടങ്ങാം. എക്സ് സ്ക്വയർ ഉള്ളത് നോക്കിയാൽ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ. എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ മൊത്തം എത്ര എക്സ് സ്ക്വയർ ആയി? 2x സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് 2x സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എക്സ് ഉള്ളത് മാത്രം എടുക്കാം. ഇവിടെ 2x ഉണ്ട് അല്ലെ. ഇവിടെ 2x, പിന്നെ ഇവിടെ എക്സ് ഇവിടെ 4.8x അല്ലെ. ഇത് രണ്ടാണുള്ളത് അല്ലെ. അതായത് ഇവിടെ നെഗറ്റീവ് 4.8x, ഇവിടെ 2x. അപ്പൊ എന്ത് വേണം? നമ്മള് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം അല്ലെ. അപ്പൊ ചിഹ്നം വ്യത്യാസം. അപ്പൊ ചിഹ്നം എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നെഗറ്റീവ് 4.8x നിന്ന് 2x കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 2.8x അല്ലെ. അപ്പൊ 2.8x കിട്ടിയതിന് ചിഹ്നം എന്തായിരിക്കും? വലുതിന്റെ ചിഹ്നം. വലുതിന്റെ നെഗറ്റീവ് അല്ലെ ചിഹ്നം. അപ്പൊ നെഗറ്റീവ് 2.8x എന്ന് കിട്ടി. അപ്പൊ മൈനസ് 2.8x. അപ്പൊ ഇതും കഴിഞ്ഞു അല്ലെ. ഓക്കെ, ഇനി ഏതാ ഉള്ളത് ബാക്കി? ഒരു 1 ഉണ്ട് പ്ലസ് 5.76 ഉണ്ട് അല്ലെ. 2 പോസിറ്റീവ്. അതുകൊണ്ട് നമുക്ക് 2 കൂട്ടിയിടാം. 5ഉം 1ഉം 6.76 അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയാൽ ഇതിന്റെ ഇപ്പുറത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാതും കഴിഞ്ഞു അല്ലെ. എല്ലാ ഇതും എഴുതി, ഇതും എഴുതി. ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. = എത്ര വരും? 6.76. ഇനി നമുക്ക് എക്സ് ഉള്ളത് മാത്രം ഇവിടെ നിർത്തിയിട്ട് മറ്റേ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ എന്ത് വരും? 2x സ്ക്വയർ മൈനസ് 2.8x ഈ പ്ലസ് 6.76 അങ്ങോട്ട് കൊണ്ടുപോവാം. = ഇവിടെ എടുക്കുന്നത് അത് ആദ്യം അതുപോലെ തന്നെ എഴുതാം. 6.76 എഴുതി. ഇനി ഇതിന് അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് ചിഹ്നം മാറി 6.76. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2x സ്ക്വയർ മൈനസ് 2.8x = 6.76 6.76 കുറച്ചാല് 0. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷനിലെത്തി. 2x സ്ക്വയർ മൈനസ് 2.8x = 0 അല്ലെ. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ.
പക്ഷേ ഇവിടെ വേറെ ഒരു വിഷയം വരുന്നത് എന്താണ്? നമുക്കറിയാം ആദ്യത്തെ പദം ഫസ്റ്റ് ടേം എന്തായിരിക്കണം? സ്ക്വയർ ആയിരിക്കണം അല്ലെ, വർഗ്ഗമായിരിക്കണം. അവസാനത്തെ ടേം ഇവിടെ ഇല്ല, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെ, നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇത് സ്ക്വയർ അല്ല. അപ്പൊ എന്ത് ചെയ്യും? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിന് സ്ക്വയർ ഉണ്ട്, പക്ഷെ 2ന് സ്ക്വയർ വേണ്ടേ? ഇവിടെ ഇപ്പൊ നമുക്ക് 4x സ്ക്വയർ ആണെങ്കിലും ഓക്കെ, 4 സ്ക്വയർ ആണ്, എക്സ് സ്ക്വയർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 9 ആണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ വെറുതെ എക്സ് സ്ക്വയർ മാത്രമാണെങ്കിലും ഓക്കെ അല്ലെ. പക്ഷെ ഇവിടെ 2 വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? 2 അവിടെ ഒരു ശല്യമായിട്ട് എടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് 2നെ ഒഴിവാക്കി കളയാം. അപ്പൊ എങ്ങനെ ഒഴിവാക്കും? ഒഴിവാക്കുമ്പോൾ നമ്മൾ 2നെ മാത്രം ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ 2നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, അതായത് 2 കൊണ്ട് ഇതിനെല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 0ത്തെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 0ത്തെ ഡിവൈഡ് ചെയ്യുന്നത് 0 തന്നെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ, ഈ 2 ക്യാൻസൽ ആയിപ്പോയി, ബാക്കി ഇവിടെ എക്സ് സ്ക്വയർ മാത്രം കിട്ടി അല്ലെ, എക്സ് സ്ക്വയർ. ഓക്കെ, മൈനസ് ഇവിടെ എന്ത് വരും? 2.8/2 അല്ലെ, എത്ര വരും? 28നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 14 അല്ലെ. അപ്പൊ അതായത് 1.4. അപ്പൊ 1.4x മനസ്സിലായില്ലേ? സീക്വൽ ടു 0. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇല്ല, സ്ക്വയർ കിട്ടി നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരാളെ ചേർത്ത് കൊടുത്താൽ പോരെ? അത് നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് അതേപോലെ കൂടി ചെയ്തു നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ആരെ ചേർക്കണം? നമുക്കറിയാം ഇതിന്റെ അല്ലെ നടുവിലുള്ള ഈ പദം, ആ ടേമിന്റെ പകുതി എത്രയാണ്? 1.4ന്റെ പകുതി എത്രയാണ്? 0.7 അല്ലെ. 14ന്റെ പകുതി 7, 1.4ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 0.7. അപ്പൊ നമ്മൾ എന്ത് വേണം? 0.7ന്റെ സ്ക്വയർ, 0.7ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലെ. 0.7ന്റെ സ്ക്വയർ എത്രയാണ്? 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 അല്ലെ. അപ്പൊ 0.7 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമാണെങ്കിൽ ഇവിടെ 2 സ്ഥാനം നീക്കി പോയിന്റ് ആണ് അല്ലെ. അപ്പൊ 0.49. അപ്പൊ നമ്മൾ ഇതിനെന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് 1.4x പ്ലസ് നമ്മൾ ആഡ് ചെയ്യുന്നു എത്രനെ? 0.49 നമ്മൾ ആഡ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും ആഡ് ചെയ്യണ്ടേ? ഓക്കെ, 0.49. ഇനി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതിനെ മാറ്റി എഴുതും അല്ലെ. അതായത് ഇവിടെയും നമുക്ക് വർഗ്ഗാണ്, സ്ക്വയർ ആണ്, ഇവിടെയും വർഗ്ഗാണ്, ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആണ് ഇതല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്, ഇതിന്റെ റൂട്ട് എക്സ്, ചിഹ്നം മൈനസ് ആണ്, മൈനസ്, ഇതിന്റെ റൂട്ട് എന്താണ്? ഇതിന്റെ റൂട്ട് നമുക്കറിയാം 0.7 അല്ലെ. അപ്പൊ 0.7. അപ്പൊ നമുക്ക് എക്സ് മൈനസ് 0.7 ഹോൾ സ്ക്വയർ സീക്വൽ ടു 0.49. ഇതിലേക്ക് നമ്മൾ എത്തി. ഇനി നമുക്കറിയാലോ എന്ത് വേണം? ഇതിന്റെ സ്ക്വയർ ആണ് ഇത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 0.7 എന്തായിരിക്കും? ഈ സ്ക്വയർ കളയണമെങ്കിൽ നമുക്ക് ഇവിടെ റൂട്ട് ഇടണം അല്ലെ. റൂട്ട് 0.49. അപ്പൊ നമുക്ക് എക്സ് മൈനസ് 0.7 ഈസ് ഈക്വൽ ടു ഇതിന്റെ റൂട്ട് എത്രയാണ്? 0.49ന്റെ റൂട്ട് നമുക്കറിയാം എത്രയാണ്? 0.7 അല്ലെ. അപ്പൊ 0.7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 0.7 അവിടെ എടുക്കട്ടെ. ഇനി ഈ 0.7 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ്, അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 0.7. ഈ ഇതിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി, മനസ്സിലായില്ലേ? ഇത് ഇവിടെ ഉള്ള ആൾ തന്നെ ഇവിടെ ഇട്ടു, ഇതിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി പ്ലസ് ആയി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 0.7 പ്ലസ് 0.7 കൂട്ടിക്കഴിഞ്ഞാൽ 1.4. അപ്പൊ എക്സിന്റെ വില എത്രയാണ്? അല്ലാതെ മീറ്ററിലാണ് വന്നിട്ടുള്ളത് അല്ലെ. 1.4 മീറ്റർ. 1.4 മീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ ഒരു സൂത്രപ്പണി കൂടി പറഞ്ഞുതരാം. നമുക്ക് ഇത് അല്ലെ, ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇവിടെ എത്തി എന്ന് വിചാരിക്കും, ഇവിടം വരെ എത്തി അല്ലെ. ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 1.4x ഈക്വൽ ടു 0. ഇങ്ങോട്ട് നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 1.4x ഈക്വൽ ടു 0 അല്ലെ. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? എക്സ് സ്ക്വയർ ആണ്, എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ 1.4x അങ്ങോട്ട് കൊണ്ടുപോയി എന്ത് സംഭവിക്കും? മൈനസ് എന്നുള്ള പ്ലസ് ആവും അല്ലെ. പ്ലസ് 1.4x എന്ന് കിട്ടി അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.4x. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ എക്സ് അല്ലെ. എക്സിന്റെ എക്സ് ആണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1.4x. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ ഇപ്പുറത്ത് ഒരു എക്സ് ഉണ്ട് അല്ലെ, ഇപ്പുറത്ത് ഒരു എക്സ് ഉണ്ട്. ഈ 2x നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. ബാക്കി എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 1.4. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിൽ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.